ഹലോ, വെൽക്കം ടു മൈ നെസ്റ്റ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പാലടയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാലൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ തീ സിമ്മാക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അടയും പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പായസം മിക്സാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ പാക്കറ്റിലുള്ള മുഴുവൻ പഞ്ചസാരയും ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് മിൽക്ക് മെയ്ഡാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ഞാൻ 1 കപ്പ് മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 സ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. നമ്മൾ എന്ത് മധുരം ഉണ്ടാക്കുകയാണെങ്കിലും അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്താൽ മാത്രമേ അതിൻ്റേതായ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. പാലട നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പാലട ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ പാകം മതിയാവും എന്നുള്ളവർക്ക് ഈ പാകത്തിൽ ഓഫ് ചെയ്തെടുക്കാം. എനിക്ക് കുറച്ചുകൂടെ കുറുകിയ പാലടയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് തണുക്കുന്നതിനനുസരിച്ച് കട്ടി കൂടി വരും, അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിലേക്ക് കുറച്ച് അണ്ടിയും മുന്തിരിയും കൂടെ വറുത്തിടാം. സൂപ്പർ ടേസ്റ്റി പാലട റെഡി.